നമസ്കാരം. ഒരുപാട് നന്ദിയുണ്ട്. കാരണം ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ ഈ ട്രിച്ചിയിലെ ഒരു ഫ്ലൈറ്റിൻ്റെ കഥ, അത് വാസ്തവം ഞാൻ ആരെയും കുറ്റപ്പെടുത്താനും പറഞ്ഞതല്ല. അത് കേൾക്കുമ്പോൾ അറിയാം എൻ്റെ മനസ്സിലൂടെ പോയ ചില വിചാരങ്ങളും സംശയങ്ങളും ഒരാകാംക്ഷകളും ഇതെല്ലാം കൂടെ കോർത്തിണക്കി ഞാനൊരു സംഭവം പറഞ്ഞതാണ്. കാരണം അത് പേടിച്ചവരൊരുപാട് പേരുണ്ട്. കാരണം എന്താ പറയാൻ കാര്യം എന്ന് വെച്ചാൽ, ഞാനത് കണ്ടു കഴിഞ്ഞിട്ട് ഒരുപക്ഷെ ഈ അടുത്ത കാലത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ മെസ്സേജസ് വന്നത് ആ ഒരു പ്രോഗ്രാമിനായിരിക്കാം. ഒരുപാട് പേര് പറഞ്ഞു ഞങ്ങളുടെ മനസ്സിൽ എന്ത് തോന്നിയോ അത് തന്നെയാണ് ചേച്ചി പറഞ്ഞത്, സത്യമാണ്, ഞങ്ങൾക്ക് തോന്നി അതിനകത്തുനിന്ന് ആരും രക്ഷപ്പെടാൻ പോകുന്നില്ലെന്നും തുടർന്ന് ഈശ്വര ഈ കയറ്റി വിട്ടിട്ട് വീട്ടിൽ പോയിരിക്കുന്നവരുടെ മാനസികാവസ്ഥ എന്തായിരിക്കുമെന്നും മിക്കവാറും അവരൊക്കെ എയർപോർട്ടിലോട്ട് ഓടിക്കാണുമെന്നും ഇതിങ്ങനെ ഒരുപാട് പേര് അത് ഒരു സത്യമാണ് എന്ന് തോന്നി. അപ്പം ഞാൻ അതുകൊണ്ടാണ് പലപ്പോഴും ഒരു കാര്യം പറയാറുണ്ട്. കാരണം നമ്മൾ ഈ സാധാരണക്കാരുടെ മനുഷ്യരുടെ ഒരു വികാരങ്ങളും ആ വിചാരധാരയൊക്കെ ഒരു പക്ഷേ അതായിരിക്കില്ല മാധ്യമങ്ങൾ എന്താണെന്ന് വെച്ചാൽ എല്ലാം കുറച്ചുകൂടെ ഒരു ഗ്ലോറിഫൈ ചെയ്ത് അത് വാർത്താ പ്രാധാന്യം എങ്ങനെ കൊടുക്കണം എന്നൊക്കെ തീരുമാനിക്കാൻ അവർക്ക് പ്രത്യേക ഒരു സെക്ഷൻ തന്നെയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ രണ്ട് ഭാഷ മാറിപ്പോകുന്നതാണ്. പക്ഷേ എന്നാലും ഞാൻ പറയുന്നത് ഇതുപോലെയുള്ള സംഭവങ്ങൾ വരുമ്പോൾ സാധാരണക്കാരൻ്റെ വികാരവും കൂടെ ഞങ്ങൾ കണക്കിലെടുക്കുമ്പോൾ നന്നായിരിക്കുന്ന ഒരു അഭിപ്രായം ഞാൻ പറഞ്ഞു. അത് 100% ശരിയാണെന്ന് പറഞ്ഞ് എനിക്ക് അഭിനന്ദനങ്ങൾ അയച്ച എല്ലാവരോടും എൻ്റെ നന്ദി. ഇനി അവിടുന്ന് അങ്ങോട്ട് പറഞ്ഞ് പല കാര്യങ്ങളും എനിക്കിങ്ങനെ ചോദിക്കാറുണ്ട്. ചേച്ചി പണ്ട് സുഹേട്ടൻ്റെ അടുത്ത സുഹൃത്തുക്കളായിരുന്നു മമ്മൂട്ടി, മോഹൻലാൽ, അവരെല്ലാവരും അതെ. ഇപ്പോൾ ഈ പറഞ്ഞതിൻ്റെ തൊട്ട് ചേച്ചി ഫാസിൽ സാറുമായിട്ട് വലിയ ശരിയാണ്. അദ്ദേഹം മദ്രാസിലുള്ള സമയത്ത് എൻ്റെ വീട്ടിൽ താമസിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഫാസിൽ സാറിനാണ് ഞാൻ എൻ്റെ വീട് റെൻറ്റിന് കൊടുത്തിട്ട് വന്നതുമൊക്കെ. അപ്പോൾ ഫാസിൽ സാറ്, പിന്നെ മമ്മൂട്ടി, ഒരുപാട് പേര് ഇങ്ങനെയൊക്കെയുള്ള വന്നപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഈ പൃഥ്വിരാജ് ഇവരുമൊക്കെ ആയിട്ടൊരു വലിയ കമ്പനി കൂടിയപ്പം അതിനകത്തൊരു നിമിത്തമില്ലേ ചേച്ചി എന്ന് ചോദിക്കുന്ന ഒത്തിരി പേരുണ്ട്. അതായത് ഇപ്പോൾ പൃഥ്വിയെ ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്. ദുൽഖറും ഫഹദും ഒക്കെ ആയിട്ട് വലിയ കൂട്ടാണ് അവർ ഒന്നിച്ച് ചിലപ്പോൾ ഒരു പക്ഷേ ഒരു ഡ്രൈവിന് പോവുകയോ അല്ലെങ്കിൽ ഒന്നിച്ച് ഭക്ഷണം കഴിക്കാൻ കൂടുകയോ മോൻ തന്നെ പറയാറുണ്ട് പലപ്പോഴും. അത് ഈ പറഞ്ഞ പോലെ നസ്രിയാണെങ്കിൽ ഏതാണ്ട് രാജുവിനൊരു കൊച്ചനിയെത്തിയെ പോലെ. അപ്പോൾ ഭയങ്കര അത് നസ്രിയെ കണ്ടാൽ എല്ലാവർക്കും അങ്ങനെ തന്നെ തോന്നും, ഒരു കൊച്ചു പിടിക്കുകയാണ്, എല്ലാവർക്കും ഒരു ഓമനത്വം തോന്നുന്ന ഒരു മുഖമാണ് നസ്രിയയ്ക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ അടുത്ത് എല്ലാവരും പറയാറുണ്ട് എന്തൊരു ഇതല്ലേ ചേച്ചി, പണ്ട് സുഹേട്ടനും മമ്മൂക്കയൊക്കെ കൂട്ടായിരുന്ന പോലെ തന്നെയാണ് ഇപ്പോൾ ദുൽഖറും രാജുവും ഫഹദ് ഫാസിലും ഒക്കെ എന്ന് പറയാറുണ്ട്. അപ്പോൾ ഞാൻ പറയും അതാണ് തലമുറകളായിട്ടുള്ള ബന്ധങ്ങൾ തുടർന്നുകൊണ്ട് പോകുന്നതിൻ്റെ ഒരു സുഖം. കാരണം ഞാൻ എത്ര കണ്ട് സ്നേഹിക്കുകയും ബഹുമാനിക്കുകയൊക്കെ ചെയ്തിരുന്നോ, മമ്മൂട്ടിയാണെങ്കിലും ശരി, ഫാസിൽ സാറാണെങ്കിലും ശരി. ഞാൻ ഫാസിൽ സാറിൻ്റെ ആലപ്പുഴ വീട്ടിലൊക്കെ പലപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോഴൊക്കെ കയറിയിട്ടുണ്ട്. ഇപ്പം പ്രായമൊക്കെ മാറിയില്ലേ, മിക്കവാറും കാർ യാത്ര ഒഴിവാക്കും, കാറങ്ങ് അയക്കത്തേ ഉള്ളൂ. പുറകെ ഇപ്പോൾ വന്ദേ ഭാരതുണ്ട്, ഫ്ലൈറ്റുണ്ട്, അതുണ്ട് ഇതുണ്ട്, പെട്ടെന്നങ്ങ് വീട്ടിലെത്തണം നമുക്ക് തോന്നും. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ബന്ധങ്ങൾ നിലനിർത്തിക്കൊണ്ട് പോവുക എന്ന് പറയുന്നത് എന്നെപ്പോലുള്ളവർക്ക് സന്തോഷമാണ്. കാരണം ആ സ്നേഹബന്ധം ഇവരിലൂടെ വീണ്ടും പോട്ടെ, ഇനി അടുത്ത തലമുറ വരുമ്പോഴും അതങ്ങനെ തന്നെ തുടരണം എന്നാണ് എൻ്റെ ആഗ്രഹം. അത് പലപ്പോഴും എല്ലാവരും ചോദിക്കുന്നൊരു കാര്യമാണ്. ഇപ്പോൾ അവരുടെയൊക്കെ ഫോട്ടോ കാണുമ്പോൾ ഇങ്ങനെ അല്ലായിരുന്നോ പണ്ട് സുഹേട്ടനും മമ്മൂക്കയൊക്കെ ആയിട്ട്. അതെ, സ്ഫോടനം എന്ന് പറഞ്ഞ് ഞാൻ ഇതിനു മുമ്പ് സൂചിപ്പിച്ചിട്ടുണ്ടത്. പടത്തിൻ്റെ സെറ്റിലാണ് ആദ്യമായിട്ട് ഞാൻ മമ്മൂട്ടിയായിട്ടൊന്ന് സംസാരിക്കുന്നത്. അപ്പോൾ അത് ആ ബന്ധങ്ങൾക്കൊരു വിലയുണ്ട്, ആ ബന്ധങ്ങൾക്കൊരു സത്യമുണ്ട്. അത് അടുത്ത തലമുറയായാലും അതിൻ്റെ അടുത്ത തലമുറയായാലും ആ സ്നേഹധാര മനസ്സിലെവിടെയോ ഇപ്പോഴും അത് ഇങ്ങനെ ഉണ്ട് എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുപോലെ മറ്റൊരു കാര്യം ചോദിച്ചതുപോലെ ഈ ഉണ്ണിയാരാശോ പാട്ട്, ഞാൻ നിങ്ങൾ അയക്കുന്ന സംശയങ്ങളുടെ ഉത്തരങ്ങളങ്ങ് പറഞ്ഞതല്ലേ പാട്ട്. അപ്പം ചേച്ചി അത് ഈ പറയുന്ന പോലെ ഒരു അഭിനയിക്കുമ്പം അത് നമ്മൾ താരാട്ടൊക്കെ പാടി ചേച്ചി ഉറങ്ങാറുണ്ടോ കൊച്ചുമക്കളെ? ഞാൻ പറഞ്ഞു പിന്നെ ഒരുപാട് പാട്ട് പാടി ഉറക്കാറുണ്ട്. ഞാൻ തന്നെ അഭിനയിച്ച ഉണ്ണിയാരാരോ പാടി ഉറക്കിയിട്ടുണ്ട്. പിന്നെ അതുപോലെ മറ്റു പഴയ പാട്ട് മുതൽ കണ്ണും പൂട്ടി ഉറങ്ങുക നീയം തൊട്ട് ഇങ്ങോട്ട് വന്ന് ചാഞ്ചാടി ആടി ഉറങ്ങുന്നീ അതുവരെയുള്ള പാട്ടുകൾ പലപ്പോഴും ഇന്ദ്രൻ്റെ മക്കളെ, കൂടുതൽ ഇന്ദ്രൻ്റെ മക്കളാണ് ഈ കുറച്ച് പാട്ട് പ്രിയർ, പാടമുമ്മ എന്ന് പറയുന്നത് അവരെ. അപ്പോൾ അത് കാരണം കൂടുതൽ എൻ്റെ കൂടെ നിന്നിട്ടുള്ളത് ഇന്ദ്രത്തിൻ്റെ മക്കളാണ്. അപ്പോൾ അങ്ങനെ ആ പാട്ടുകളൊക്കെ അഭിനയിക്കുന്ന കാലത്ത്
ഒരു അമ്മയല്ലാത്തൊരു സ്ത്രീക്ക് അത് ആലോചിച്ച് ഞാൻ പറഞ്ഞു അത് തെറ്റ്. കാരണം അഭിനയം എന്ന് പറയുന്നത് നമുക്ക് വെറുതെ കണ്ടുപിടിക്കാനോ പുസ്തകം വായിച്ച് പഠിക്കാനോ മാത്രം പറ്റുന്ന ഒന്നല്ല. നമ്മുടെ രീതികളും അതിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു വിശകലനങ്ങളും ഒക്കെ ഒരുപക്ഷെ വായനയിലൂടെയും മറ്റ് നല്ല പടങ്ങൾ കാണുന്നതിലൂടെയും ശരിയാണ് ഇതിങ്ങനെയും ചെയ്യാം എന്ന് മനസ്സിലാക്കാൻ പറ്റുമെങ്കിലും അടിസ്ഥാനപരമായിട്ട് നമ്മുടെ രക്തത്തിൽ ജന്മസിദ്ധമായിട്ടുള്ള ഒരു കഴിവ് വേണം. അഭിനയമെങ്കിൽ അഭിനയം, സംഗീതമെങ്കിൽ സംഗീതം, നൃത്തമെങ്കിൽ നൃത്തം, സാഹിത്യരചനയെങ്കിൽ അത് ഏതായിരുന്നാലും ശരി, അതിന് ഒരു ജന്മസിദ്ധമായ ഒരു ചെറിയ കഴിവ്, ആ കഴിവിനെ പരിപോഷിപ്പിച്ചെടുക്കുക എന്നുള്ളതാണ് നമുക്ക് പിന്നീട് ചെയ്യാവുന്ന ഏറ്റവും വലിയൊരു എന്താ പറയുക, നമ്മളൊരു കടമയെന്നോ ജോലിയെന്നോ ഏത് ഭാഷയിലും പറയാം. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞു അതെന്ത് ചോദ്യമാണ്, ഉണ്ണി ആരാരിരോ എങ്ങനെ പാടി എന്നുള്ളത്. കാരണം ഉണ്ണി ആരാരിരോ അഭിനയിക്കാൻ നേരത്ത് അത് അന്ന് സുവോട്ടൻ താമസിച്ചിരുന്ന വീടിൻ്റെ താഴെ ഒരു സെറ്റ് ഇട്ടിരിക്കുക. അപ്പോൾ അവളുടെ രാവുകൾ എന്ന ചിത്രമാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അവളുടെ രാവുകളിൽ ഞാൻ ആ വേഷം ചെയ്തു എന്ന് മാത്രമല്ല, സീമയുടെ ശബ്ദം ആ സിനിമയിൽ എൻ്റെ ശബ്ദമാണ്, ഞാനാണ് ഡബ് ചെയ്തിരിക്കുന്നത് സീമയ്ക്ക്. അപ്പോൾ അത് അവിടെ തന്നെ ഒരു സെറ്റ് ഇട്ടു. IV ശശി സാർ വന്നു. ഇങ്ങനെയാണ് സീമ ഓർക്കുകയാണ്, എൻ്റെ അമ്മ എന്നെ താരാട്ട് പാടി ഉറക്കി, അങ്ങനെ ഓമനിച്ചും സന്തോഷിച്ചും സ്നേഹത്തോടു കൂടി വളർന്ന ഒരു കുടുംബത്തിൽ ഞാനും എൻ്റെ അനിയനും ഇപ്പോൾ ആരും ഇല്ലാതെ ഈ ഒരു ഗതിയാണല്ലോ എന്നുള്ള സീമയുടെ ഒരു ദുഃഖമാണ് ആ പാട്ട് ഓർത്തോർത്തോർത്ത് നമ്മളിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒക്കെ പറഞ്ഞു തന്നു. അപ്പോൾ അതുകൊണ്ട് ചേച്ചി ഈ പാട്ടിങ്ങനെ പാടുകയാണ്, ചേച്ചിക്ക് അന്ന് കുഞ്ഞുങ്ങളെ ഉറക്കുന്നത് എന്ന് പറഞ്ഞു. ആ പാട്ട് എസ് ജാനകി പാടിയ നല്ലൊരു പാട്ടാണ്, അറിയാമല്ലോ, ഉണ്ണിയാരാരിരോ, ആ പാട്ട്. അപ്പോൾ അങ്ങനെ പിന്നെ ആ പാട്ടെടുക്കുമ്പോൾ നമുക്ക് ഒരുപക്ഷെ നമ്മളമ്മയാവണമെന്നില്ല, പക്ഷേ എത്രയോ കുഞ്ഞുങ്ങളെ ഉറക്കുന്നത് നമ്മൾ കണ്ടിരിക്കുന്നു. എൻ്റെ അമ്മ ഞങ്ങളെ ഉറക്കുന്നത്, എൻ്റെ അമ്മ നല്ല പാട്ടുകാരിയായിട്ടോ, നന്നായിട്ട് പാടും. ഈ പറയുന്നതുപോലെ MG രാധാകൃഷ്ണൻ ചേട്ടൻ്റെയും MG ശ്രീകുമാറിൻ്റെയൊക്കെ അച്ഛനും ആണ് എൻ്റെ അമ്മയുടെ സംഗീത ഗുരു. ആ ഒരു കുടുംബമായിട്ട് ഒരുപാട് കാലത്തെ ബന്ധമുണ്ട്. അപ്പോൾ അമ്മ പാടുന്നത് ഞങ്ങൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെ അഭിനയിച്ചതൊന്നും അല്ല, ഒരു പാട്ട് പാടാൻ നമ്മൾ പറയുമ്പോൾ പാട്ട് പാടി കുഞ്ഞുങ്ങളെ ഇങ്ങനെ തട്ടി ഉറക്കുന്ന ഒരു പഴയ രീതി, അത് തുടർന്നുകൊണ്ട് പോകാനായിട്ട് ഇപ്പോൾ നമ്മൾ ഒരു അമ്മയാകണമെന്നൊന്നുമില്ല. ആ ഒരു വാത്സല്യം, ആ ഒരു മാതൃസ്നേഹം എന്താണെന്നൊക്കെ ഈ പറഞ്ഞതുപോലെ കണ്ടും കേട്ടും വളർന്ന ഒരു കുടുംബത്തിലെ ആൾ തന്നെയാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് അതെനിക്കൊരു ബുദ്ധിമുട്ടുണ്ടായില്ല.